കജോഹർ പറഞ്ഞ പോലെ അനിയൻ്റെ വേഷം എൻ്റെ മനസ്സിൽ ഋത്തിക് വന്നു. അന്ന് ശരിക്ക് ഋത്തിക് കഹോന പ്യാർ ഹെ സിനിമ ചെയ്തിട്ടില്ല. ആ സിനിമയുടെ പ്ലാനിങ്ങോ ഷൂട്ടോ ഒക്കെ നടക്കുന്നൊരു സമയമാണ് കഹോന പ്യാരുടെ ഷൂട്ട് തുടങ്ങിയിട്ടില്ല. അതിന് വേണ്ടിയുള്ള ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഋത്തിക്. അപ്പോൾ ഋത്തിക്കിനൊക്കെ ചെറുപ്പം മുതലേ അറിയാം. കരൺ ജോഹറിന് ഋത്തിക്കിനെ ചെറുപ്പം മുതലേ അറിയാം. കാരണം ആദിത്യ ചോപ്രയും ഉദയ് ചോപ്രയും ഇവരൊക്കെ ഒരു സിനിമാ കുടുംബമായതുകൊണ്ട് ഋത്തിക്കിനൊക്കെ ചെറുപ്പത്തിലെ കാണുന്നതാണ്. അപ്പോൾ ഉദയ് ചോപ്രയും ഋത്തിക്കും ഭയങ്കര സുഹൃത്തുക്കളായതുകൊണ്ട് അതുവഴി കരൺ ജോഹറിനും ഋത്തിക്കിന് ഒരു പരിചയമുണ്ട്. അങ്ങനെ ഋത്തിക്കിനെ പോയി കണ്ടു, ഋത്തിക്കിനോട് പറഞ്ഞു. അപ്പോൾ ഋത്തിക് പറഞ്ഞു എൻ്റെ ഫസ്റ്റ് പടമൊന്നും ഇറങ്ങിയിട്ടില്ല, പക്ഷേ ഇയാൾ പറഞ്ഞു ഇല്ല ഇത് നിനക്ക് റോള് ഉണ്ട്, നീ ചെയ്യണം എന്നും പറഞ്ഞ് കമ്മിറ്റ്മെൻറ്റ് എന്താ പറയുക, ഇവർ കമ്മിറ്റ് ചെയ്തു, ഋത്തിക് കമ്മിറ്റ് ചെയ്തു, ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തു കരൺ ജോഹർ. പിന്നെ കരീനെ പോയി കണ്ടു. അപ്പോൾ അന്ന് കഹോന പ്യാർ ഹെ നമുക്കറിയാം അമീഷ പട്ടേലാണ് നായികയായിട്ട് വന്നത് ഋത്തിക്കിൻ്റെ. അന്ന് ശരിക്കും കരീനേനെ ആയിരുന്നു ആദ്യം അപ്രോച്ച് ചെയ്തിരുന്നത് ആ ഒരു സിനിമയിലേക്ക് ഋത്തിക്കിൻ്റെ നായികയായിട്ട്. പക്ഷേ കരീന അത് റിജക്റ്റ് ചെയ്തിട്ടാണ് അഭിഷേക് ബച്ചൻ്റെ സിനിമ ഇവന് റെഫ്യൂജി എന്ന് പറയുന്ന ഒരു സിനിമ, അതാണ് അഭിഷേക് ബച്ചനും വന്ന ഒരു സിനിമയായിരുന്നു. അതിലേക്കാണ് കരീന കമ്മിറ്റ് ചെയ്തത്. അപ്പോൾ കരീനെ കാണാൻ പോയ കഥയൊക്കെ കരൺ ജോഹർ പറഞ്ഞത്, കരീന ഞാനൊരു ഇതേപോലെ ഒരു ഇവൻറ്റോ എന്തൊരു ഫംഗ്ഷനോ നടക്കുമ്പോൾ അവിടെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ കരീന എന്നൊരു സിനിമ റിലീസായിട്ടില്ല, ഒരു സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഒരു 5 സിനിമ ഹിറ്റായി നിൽക്കുന്ന ഒരു സ്റ്റാറിനെ പോലെയാണ് കരീനയുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അതൊരു ജാടാന്ന രീതിയിലല്ല, അത് ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഒരു ക്യാരക്ടറിന് ഈ ഒരു ആറ്റിറ്റ്യൂഡ് വേണം. നമുക്കറിയാം ആ ഒരു സിനിമ കണ്ടവർക്ക് അറിയാം അതിൽ കരീന കപൂറിൻ്റെ ക്യാരക്ടർ. അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡുള്ള കരീന തന്നെയാണ് ബെസ്റ്റ് എന്നുണ്ട്. കരീനേനെയും അതിൽ ഉറപ്പിച്ചു. പിന്നെ അവർ കരീനയൊക്കെ ഇവരൊക്കെ പരിചയമുള്ളതുകൊണ്ട് എല്ലാം സെറ്റായി. അങ്ങനെ ഇവരുടെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഞാനിങ്ങനെ പ്ലാൻ ചെയ്തു, ഇവർ 6 പേരുമാണ് അഭിനയിക്കുന്നത്, ബച്ചൻ ഫാമിലി, ഷാറൂഖും കജോളും ഈ പറഞ്ഞ ഋത്തിക്കും കരീനയും. അപ്പോൾ ഇദ്ദേഹത്തിനും അത്ഭുതമായി, 6 പേരോ എന്ന് പറഞ്ഞപ്പില്ല, ഇവർ 6 പേര് തന്നെയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാം പ്ലാൻ ചെയ്ത് ഇവർ ഷൂട്ടിംഗ് തുടങ്ങാനുള്ള ഒരു ഘട്ടത്തിലേക്കൊക്കെ എത്തി.